അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഗുഡ് ഫ്രൈഡേക്ക് ജോലിക്ക് പോകുന്നതാണ് കേട്ടോ. അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യനില്ല. ആദ്യത്തെ ട്രെയിൻ പോയി, അത് നമുക്കുള്ള ട്രെയിനല്ലായിരുന്നു. പിന്നെ രണ്ട് അമ്മച്ചിമാരൊക്കെ ഉണ്ട്, മറ്റേ തങ്കിപ്പള്ളി പോകുന്നത്. അയ്യോ വൈബ്, സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു അവരുടെ സംസാരം കേൾക്കാൻ. എനിക്ക് എൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന ഒരു ഫീലൊക്കെ വന്ന് അങ്ങനെ കുറേ നേരം അവരോട് സംസാരിച്ചിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കിനും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ട്രെയിൻ വന്ന്. കാരണം ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു 9:20 മീൻസ് 9:30 വരുന്ന ട്രെയിൻ ഇന്ന് വന്നത് 9:40 ട്രെയിനിൽ കയറി. നല്ല സമാധാനം, നല്ല പീസ്. കുറച്ച് തന്നെ ഇനി കുറച്ച് ഷോയാകാം. ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ട്രെയിനിൽ നല്ല തിരക്കാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് നമ്മുടെ ഓഫീസിലോട്ട്. നല്ല വെയിൽ. ഉച്ചയ്ക്ക് അങ്ങനെ അമ്മ എനിക്ക് പൊതിച്ചോറ് തന്നു വിട്ടു. ഗൈസ്, എത്ര നാൾ കൂടി നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നമ്മുടെ ബുദ്ധിമുട്ട് അറിയാം. എത്ര നാൾ കൂടി ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയാമോ? ചോറ്, മീൻ വറുത്തില്ലായിരുന്നു, മുട്ട വറുത്തത്, ചെമ്മീൻ പുളി അച്ചാർ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി, നല്ല അരകല്ലിലിട്ട് അരച്ച ചമ്മന്തി, പിന്നെ മോര് കാച്ചിയതും കൂടി ഉണ്ടായിരുന്നു. അയ്യോ, ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സും വയറും നിറഞ്ഞ്. അങ്ങനെ വൈകുന്നേരമായി നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ്. ഞാനൊരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് മേടിച്ച് അങ്ങനെ ട്രെയിനിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ഷോ ഓടിക്കുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്ന് കടന്നു കൂടി ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെറുതെ നമ്മൾ ഷോ ഓടിക്കും. ട്രെയിനിൽ വലിയ തിരക്കില്ലായിരുന്നു. ഇന്ന് അധികം ആൾക്കാർക്കൊന്നും ഗുഡ് ഫ്രൈഡേ ഓൾമോസ്റ്റ് എല്ലാവർക്കും അവധിയാണ്. കുറച്ച് പേർക്ക് മാത്രമേ ജോലിയുള്ളൂ. അങ്ങനെ എൻ്റെ സ്റ്റേഷൻ എത്താറായി. ഞാൻ ഇറങ്ങട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.